പഠിച്ചവനക്ക് അറിയാം അതിനത്രയും കഠിനാധ്വാനം ഉണ്ട് അതിനെന്ന് മനസ്സിലാക്കിയിട്ട് എനിക്ക് ഫസ്റ്റ് ടെസ്റ്റിൽ തന്നെ കിട്ടി. അല്ലെങ്കിൽ ഇത് കൊണ്ടുപോയിട്ട് ശരിയാക്കിയിട്ട് എത്ര വീട്ടുകാർക്ക് ഉപകാരപ്പെടും എന്നൊക്കെ ഇങ്ങനെ അപ്പോഴാണ് വന്ന് അപ്പോഴാണ് ഞാനിത് വെറുതെ പോസ്റ്റ് ചെയ്തപ്പോൾ അത് ഞങ്ങൾക്ക് തരുമോ എന്നുള്ള ചോദ്യം അവിടെ നിന്നാണ് ആദ്യമായിട്ട് കേൾക്കണത്. ആ വീഡിയോന്റെ കമന്റിലും എന്റെ പേഴ്സണലായിട്ട് അന്ന് പേഴ്സണലായിട്ട് എടുക്കാൻ അറിയില്ലായിരുന്നു എങ്ങനെയായിരുന്നു. അവിടുന്ന് അത് കണ്ട് പിന്നെ എനിക്കും ഇത് ഞാൻ കൊടുന്നൊക്കെ തുടങ്ങി. ഇതിങ്ങനെ ഇടും, ആരെങ്കിലും ആണോ ചോദിക്കും, ആരും ഇല്ലെങ്കിൽ ഞാൻ അവിടെ കൊടുന്നേക്കും. സൗകര്യമുണ്ട് അങ്ങനെ ഉള്ള സ്ഥലത്ത് ഇങ്ങനെ വെക്കും. എല്ലാ സൗകര്യങ്ങളും ഉള്ള സ്ഥലത്ത് കൊടുന്ന് വെക്കും, ആരും കാണാതൊക്കെ കൊടുന്ന് വെക്കും. കാരണം പള്ളിയല്ലേ, അപ്പൊ പള്ളിക്ക് ഒരു 5,000 ആൾക്കാർ വരുന്ന കാണാതെ രൂപത്തിലൊക്കെ വെച്ചിട്ട് കൊടുക്കും. ഫാമിലി ഇവിടെ ഇല്ല? ഫാമിലി ഉണ്ട്. ഫാമിലി ഉണ്ട്. ദിബയിലേക്ക് മാറിയ മുതലേ നിങ്ങൾ ഫാമിലി? ഒരു വർഷം വന്ന് കൊറോണന്റെ ഇതായപ്പോൾ മുദീർ എന്നോട് ചോദിച്ചു ഫാമിലിനെ കൊണ്ടുവരാൻ ആഗ്രഹം ഉണ്ടോ ചോദിച്ചു. ഉണ്ട് പറഞ്ഞ്. കാരണം നമുക്ക് ലഡു കിട്ടില്ല. ഞാൻ വിസിറ്റിങ്ങിന് തിന്നാൻ കായില്ല നടന്ന അവനോടാണ് ചോദിക്കുന്നത് ഫാമിലിനെ കൊണ്ടുവരാൻ ആഗ്രഹം, അതിന്റെ പേപ്പർ തരാമെന്ന് പറഞ്ഞേ. അപ്പം നമുക്ക് ഭയങ്കര എനർജി ആയി. അപ്പോൾ നമ്മളൊരു ചങ്കുണ്ട് നെസറു എന്നറിയും, നെസറു എന്നാണ് അവൻ്റെ പേര്. ഓൻ പറഞ്ഞ് എല്ലാ സൗകര്യങ്ങളും ഓന് റെഡിയാക്കി തന്നു. അങ്ങനെ കൊണ്ടുവരണം. വലിയൊരു എന്താ പറയാ ഭാഗ്യവാനാണ് ഈ ജോലി കിട്ടുന്നതും ശരിക്ക് നെസറൂന്ന് തന്നെ ശാന്തി ഗ്രാമം എന്ന് പറഞ്ഞിട്ട് കോട്ടക്കൽ സ്ഥലമുണ്ട്, അവിടുത്തെ ഒരു ചങ്കാണ്. മൂപ്പര് പുതിയങ്ങാടിക്കാരനാണ് ഒറിജിനൽ. അവന്റെ കീഴിൽ കൂടി ഓന്റെ അളിയനോട് ഇർഷാദ് പറയാം, ഓനോട് പറഞ്ഞിട്ട് ഓന് വേറെ ആളോട് പറഞ്ഞിട്ട് ത്രൂ ആണ് എനിക്കിങ്ങനെ അവിടെ ഒരു വേക്കൻസി ഉണ്ട് എന്ന് അറിയുന്നത്. അങ്ങനെ അവർക്ക് ആർക്കും ഇന്റർവ്യൂ എടുക്കുന്ന സ്ഥലങ്ങൾ അറിയില്ല. ഞാൻ പിന്നെ ഷാർജയിൽ അന്വേഷിച്ചിട്ട് ഒരുപാട് അന്വേഷിച്ച് നടന്നിട്ടാണ് ഇസ്ലാമിക് ഓഫ് അഫയേഴ്സ് എന്നുള്ള ഈ ഓഫീസ് കണ്ടെത്തുന്നതും അവിടെ ഇന്റർവ്യൂക്ക് പോണതും അതിന്റെ ഇന്റർവ്യൂ എടുക്കുന്നത് ഇവിടെ എന്താ പറയുക ഷാർജ റോളൻ്റെ ആ ഭാഗത്താണെന്നൊക്കെ പിന്നെ അങ്ങനെ അറിഞ്ഞ് അങ്ങനെ പോയിട്ടാണ് ഇത് എടുക്കണത് തന്നെ. അങ്ങനെയാണ് പിന്നെ ദിബയിലെത്തിയിട്ട് ഫാമിലിനെ കൊണ്ടുവരണമെന്ന് ചോദിച്ച് അങ്ങനെ പിന്നെ അപ്പോൾ ക്യാഷ് ഇല്ല. അപ്പോൾ ഇങ്ങനെ വെച്ച് കുറച്ച് പൈസ അങ്ങനെ ആക്കി വെച്ചിട്ട് പിന്നെ അവരേറ്റ് കൊണ്ടുവരും. അങ്ങനെ ഇത് ലൈസൻസ് എടുക്കണത് ഭയങ്കര കഷ്ടപ്പെട്ടിട്ടാണ്. എനിക്ക് ലൈസൻസ് എടുക്കണം എന്ന് ആഗ്രഹമുണ്ട്, പക്ഷെ ക്യാഷ് ഇല്ല. കാരണം 900 രൂപ സാലറിക്കാരനാണ്. ഈ സാലറിക്കാരൻ എങ്ങനെ 5000 ദിർഹംസ് കൊടുത്തിട്ട് എടുക്കും? എല്ലാ മാസവും 100-50 മാറ്റി വെച്ച് 4 വർഷം മാറ്റി വെച്ചിട്ടാണ് ഞാൻ ലൈസൻസ് എടുക്കുന്നത്. പക്ഷെ ഫസ്റ്റ് ടെസ്റ്റ് കിട്ടി.